എൻവയോൺമെന്റ് ഫ്രഞ്ച് വേർഡായ എൻവയോണറിൽ നിന്നാണ് എൻവയോൺമെന്റ് ഉണ്ടായത്. നെയ്ബർഹുഡ് എന്നാണ് ഇതിന്റെ മീനിങ്. നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ള സിസ്റ്റമാണ് എൻവയോൺമെന്റ്. ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം, ഭൂമി തുടങ്ങിയവയൊക്കെ എൻവയോൺമെന്റിലാണ് ഉള്ളത്. പ്ലേസ്, പീപ്പിൾ, തിങ്സ് തുടങ്ങിയവയും എല്ലാ വിധത്തിലുമുള്ള ജീവനുള്ള വസ്തുക്കളും അടങ്ങിയ ഒരു നേച്ചർ ചേർന്നതാണ് എൻവയോൺമെന്റ്. ഹ്യൂമൻ മെയ്ഡ്, നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനകളുടെ ഒരു കോമ്പിനേഷനും കൂടിയാണ് എൻവയോൺമെന്റ് എന്നുള്ളത്. ഭൂമിയിലുള്ള ബയോട്ടിക് ആയിട്ടുള്ളതും അബയോട്ടിക് ആയിട്ടുള്ളതുമായിട്ടുള്ള കണ്ടീഷൻസ് ചേർന്നതുമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബയോട്ടിക് എന്നാൽ ലിവിങ് ഓർഗാനിസംസ് ആണ്. അതായത് പ്ലാന്റ്സ്, ആനിമൽസ് പോലുള്ള ലിവിങ് ഓർഗാനിസംസ് ചേരുന്നതാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. അബയോട്ടിക് എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്സ് ആണ്. ലാൻഡ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് അബയോട്ടിക് തിങ്സിൽ. അടുത്തത് നാച്ചുറൽ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കിയാൽ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ തുടങ്ങിയവ അടങ്ങിയതാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്നുള്ളത്. ലിത്തോസ്ഫിയറിനെ കുറിച്ചും ഹൈഡ്രോസ്ഫിയറിനെ കുറിച്ചും അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ലെവലുകളിൽ പറയും. ജസ്റ്റ് ഇതൊന്ന് കേട്ടിരിക്കുക മാത്രം ചെയ്യുക. നാച്ചുറൽ എൻവയോൺമെന്റ് ഉള്ളതാണ് ഇവയെല്ലാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് എക്കോസിസ്റ്റം ആണ്, ആവാസ വ്യവസ്ഥ. ഈ സിസ്റ്റത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പരം ഇന്ററാക്ഷനും അവയുടെ ശാരീരികവും രാസകരവുമായ ഘടകങ്ങളുടെ ഇടപെടലുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയും അവ തമ്മിലുള്ള ഊർജ കൈമാറ്റവും മറ്റും ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. അതായത് ലാർജ് റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, മൗണ്ടൻസ്, പോണ്ട് എക്കോസിസ്റ്റം തുടങ്ങിയവയൊക്കെ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഹ്യൂമൻ എൻവയോൺമെന്റ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ ഫാമിലി, കമ്മ്യൂണിറ്റി, റിലീജിയൻ, എഡ്യൂക്കേഷണൽ, എക്കോണമിക്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതെല്ലാം വരുന്നതാണ് ഹ്യൂമൻ എൻവയോൺമെന്റിൽ. അതായത് എൻവയോൺമെന്റിന് 3 കോമ്പോണൻസ് ആണ് ഉള്ളത്: നാച്ചുറൽ, ഹ്യൂമൻ മെയ്ഡ്. മനുഷ്യര് എൻവയോൺമെന്റുമായി ചേർന്ന് അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യകാല മനുഷ്യര് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിച്ചിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യർ പല പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുകയും ചെയ്തു. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, ഇൻഫർമേഷൻ റവല്യൂഷൻ, വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ വളരെ ത്വരിതഗതിയിലായിരുന്നപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളും വളരെയധികം മാറുകയും അതൊക്കെ എൻവയോൺമെന്റിനെ ബാധിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് കുറെ കൂടെ വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ലെവലുകളിൽ നോക്കാം.